തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരൊക്കെ തലപ്പത്തെത്തും എന്ന ചർച്ചയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് തൃപ്പൂണിത്തുറയിലേക്കാണ്. തൃപ്പൂണിത്തുറ ആര് ഭരിക്കും? BJPക്കെതിരെ സഖ്യനീക്കമില്ലെന്ന് കോൺഗ്രസും CPIM-ഉം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരു പാർട്ടികളും രംഗത്തെത്തി. പ്രാദേശിക തലത്തിലെ സഖ്യ ചർച്ചകൾ വഴിമുട്ടി. മുബഷീർ P. അക്ബർ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, എന്തായാലും സഖ്യ നീക്കത്തിനില്ല എന്നുള്ളത് കോൺഗ്രസും CPIM-ഉം പരസ്യമായി തന്നെ നിലപാട് പ്രഖ്യാപിച്ച സാഹചര്യമാണ്. അപ്പോൾ BJP തന്നെ തലപ്പത്തേക്ക് എത്തുമോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ BJP തന്നെ ഭരണസമിതിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. BJP അവിടെ നിന്ന് മാറ്റി നിർത്തണം, BJP ഭരണസമിതിയിലെത്താൻ പാടില്ലെന്നൊരു പ്രാദേശികമായിട്ടുള്ളൊരു വികാരം അവിടെയുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രാദേശിക നേതൃത്വങ്ങൾക്കുണ്ട്. പക്ഷേ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ സംബന്ധിച്ച് പരസ്പരം സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. LDF-ഉം UDF-ഉം പരസ്പരം മാറി നിൽക്കട്ടെ, മറ്റു തീരുമാനങ്ങൾ അവർ സ്വീകരിക്കട്ടെ. തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന മുന്നണികളുടെ തീരുമാനം. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഒരു കാരണവശാലും അവിടെ CPM-ഉമായിട്ട് സഹകരിക്കാൻ സാധിക്കില്ല. CPM-ന് അത്രയധികം സ്വാധീനമുണ്ടായിരുന്ന മേഖലയിൽ ഇപ്പോൾ BJP വളരാനുള്ള കാരണം CPM സഹായിച്ചതുകൊണ്ട് എന്നുള്ളതായിരുന്നു എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചിരുന്നത്. M. സിരാജിന്റെയും അതുപോലെ തന്നെ CPM ജില്ലാ നേതൃത്വത്തിന്റെയും അറിവോടുകൂടിയാണ് ഇത്തവണ BJPക്ക് അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. വോട്ടുകൾ പലതും മറിച്ചു കൊടുത്തത് CPM ആണെന്നുള്ളതായിരുന്നു മുഹമ്മദ് ഷിയാസ് ആരോപിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ ഇന്നലെ ഇപ്പോൾ നമുക്ക് തന്നെ നൽകിയ ഒരു പ്രതികരണത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി S. സതീഷ് സമാന സ്വഭാവത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് തിരിച്ചും പറയുന്നത്. അവിടെ K. ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് BJPക്ക് വേണ്ടി തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രവർത്തനം നടത്തിയെന്നുള്ളതാണ് സതീഷ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഹകരണവും അവിടെ സാധ്യമാകില്ലെന്ന കൃത്യമായ സൂചന സതീഷും നൽകുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രാദേശിക നേതൃത്വങ്ങളെ സംബന്ധിച്ചൊരു സഹകരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം BJP ഭരണസമിതിയിലേക്ക് എത്തും. അത് പിന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അത് ആ നിലയിൽ തന്നെ തുടരും. പ്രാദേശികമായിട്ട് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ പറയപ്പെടുന്ന മുന്നണികളെ സംബന്ധിച്ചുണ്ടാക്കും. അതോടൊപ്പം തന്നെ അണികളിലും അത് വലിയ പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ് ഈ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ CPM-ന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. CPM-ന്റെ പ്രാദേശിക നേതൃത്വം വിലയിരുത്തുന്നത് സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ BJP വലിയ പ്രചാരണ വിഷയമാക്കിയത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. ഈ നഗരസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, രൂപീകരണ സമയം മുതൽ ഏറ്റവും അധിക കാലം ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത് LDF ആണ്. ഒരു തവണ മാത്രമാണ് അവിടെ UDF ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ വളരെയധികം സ്വാധീനമുള്ള ഒരു മേഖലയിൽ ഇത്തവണ BJP മുന്നേറാൻ കാരണം CPM ആണെന്ന് വിലയിരുത്തലുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ ഈ BJPയുടെ പ്രചാരണ തന്ത്രമായിട്ടുള്ള ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായി അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിച്ചുള്ള ഒരു വിലയിരുത്തൽ പുറത്തു വന്നിരിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ LDF-ഉം UDF-ഉം ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഭരണസമിതിയിൽ തങ്ങൾക്ക് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP. തൃപ്പൂണിത്തുറയിൽ നഗരസഭ ഭരിക്കാൻ പോകുന്നത് ആരാണ്? എങ്ങനെയായിരിക്കാം ഇനി അവിടെ നീക്കങ്ങൾ മാറി മറിയുമോ എന്നുള്ള ആകാംക്ഷയാണ് അവശേഷിക്കുന്നത്. മുബഷീർ P. അക്ബറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.